ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ JRC വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന A-level എക്സാമിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഈ ക്വസ്റ്റ്യൻസ് 2023-24 അധ്യയന വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? ഓപ്ഷൻ എ മെയ് 8, ഓപ്ഷൻ ബി ജൂൺ 11, ഓപ്ഷൻ സി നവംബർ 10, ഓപ്ഷൻ ഡി ഡിസംബർ 15. രണ്ടാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻ എ മെയ് 10, ഓപ്ഷൻ ബി ജൂൺ 5, ഓപ്ഷൻ സി ഏപ്രിൽ 10, ഓപ്ഷൻ ഡി മാർച്ച് 14. ആൻസർ ഓപ്ഷൻ ബി ജൂൺ 5. മൂന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ടാഗോർ, ഓപ്ഷൻ ഡി നെൽസൺ മണ്ടേല. ആൻസർ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്. നാലാമത്തെ ചോദ്യം, ശത്രുവും മനുഷ്യനാണ്, ഇത് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്, ഓപ്ഷൻ ബി ലൂയി ആപ്പിയ, ഓപ്ഷൻ സി തിയോഡർ മൗനോയർ, ഓപ്ഷൻ ഡി നെൽസൺ മണ്ടേല. ആൻസർ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്. അഞ്ചാമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ഫ്രഞ്ച്, ഓപ്ഷൻ സി ലാറ്റിൻ, ഓപ്ഷൻ ഡി അറബി. ആൻസർ ഓപ്ഷൻ ബി ഫ്രഞ്ച്. ആറാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ജനീവ, ഓപ്ഷൻ ബി സിഡ്നി, ഓപ്ഷൻ സി വാഷിംഗ്ടൺ, ഓപ്ഷൻ ഡി പാരീസ്. ആൻസർ ഓപ്ഷൻ എ ജനീവ. ഏഴാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യം, ഓപ്ഷൻ ബി സേവനം, ഓപ്ഷൻ സി മതേതരത്വം, ഓപ്ഷൻ ഡി സ്നേഹം. ആൻസർ ഓപ്ഷൻ ബി സേവനം. എട്ടാമത്തെ ചോദ്യം, ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രറ്റലി, എന്താണിതിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ അവരൊക്കെ സഹോദരന്മാരാണ്, ഓപ്ഷൻ ബി അവരൊക്കെ സുഹൃത്തുക്കളാണ്, ഓപ്ഷൻ സി അവരൊക്കെ മക്കളാണ്, ഓപ്ഷൻ ഡി അവരൊക്കെ തടവുകാരാണ്. ആൻസർ ഓപ്ഷൻ എ അവരൊക്കെ സഹോദരന്മാരാണ്. ഒൻപതാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏത്? ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം, ഓപ്ഷൻ ബി കാർഗിൽ യുദ്ധം, ഓപ്ഷൻ സി സോൾഫെറിനോ യുദ്ധം, ഓപ്ഷൻ ഡി ബോബർ യുദ്ധം. ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം. പത്താമത്തെ ചോദ്യം, ഏതു യുദ്ധവേളയിലാണ് കാസ്റ്റിക്ലിയോൺ പള്ളിയിൽ ഡ്യൂനന്റ് സിവിൽ ഡോക്ടർമാരെയും വോളണ്ടിയർമാരെയും വിളിച്ചു ചേർത്തത്? ഓപ്ഷൻ എ ബോബർ യുദ്ധം, ഓപ്ഷൻ ബി കാർഗിൽ യുദ്ധം, ഓപ്ഷൻ സി സോൾഫെറിനോ യുദ്ധം, ഓപ്ഷൻ ഡി ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധം. ആൻസർ ഓപ്ഷൻ സി സോൾഫെറിനോ യുദ്ധം. 11ാമത്തെ ചോദ്യം, അമേരിക്കയിലെ എന്തിനേറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ? ഓപ്ഷൻ എ ദരിദ്ര നിർമ്മാർജ്ജനത്തെ, ഓപ്ഷൻ ബി അടിമത്ത നിർമ്മാർജ്ജനത്തെ, ഓപ്ഷൻ സി ലഹരി നിർമ്മാർജ്ജനത്തെ, ഓപ്ഷൻ ഡി അഴിമതി നിർമ്മാർജ്ജനത്തെ. ആൻസർ ഓപ്ഷൻ ബി അടിമത്ത നിർമ്മാർജ്ജനത്തെ. 12ാമത്തെ ചോദ്യം, ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി ആൽഫ്രഡ് നോബൽ, ഓപ്ഷൻ സി മാർക്കോണി, ഓപ്ഷൻ ഡി ഡാർവിൻ. ആൻസർ ഓപ്ഷൻ ബി ആൽഫ്രഡ് നോബൽ. 13ാമത്തെ ചോദ്യം, ഗാന്ധിജി ഏതു യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയർ ആയി സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ എ ബോബർ യുദ്ധം, ഓപ്ഷൻ ബി ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധം, ഓപ്ഷൻ സി സോൾഫെറിനോ യുദ്ധം, ഓപ്ഷൻ ഡി ലഡാക്ക് യുദ്ധം. ആൻസർ ഓപ്ഷൻ എ ബോബർ യുദ്ധം. 14ാമത്തെ ചോദ്യം, യുദ്ധകാലത്ത് റെഡ് ക്രോസ് വോളണ്ടിയർ ആയിരുന്ന ഗാന്ധിജി എന്തു സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ എ ഡ്രൈവർ, ഓപ്ഷൻ ബി സ്ട്രക്ചർ വാഹകൻ, ഓപ്ഷൻ സി നേഴ്സ്, ഓപ്ഷൻ ഡി ലഡാക്ക് യുദ്ധം. ആൻസർ ഓപ്ഷൻ എ സ്ട്രക്ചർ വാഹകൻ. 15ാമത്തെ ചോദ്യം, യുദ്ധകാലത്ത് റെഡ് ക്രോസ് വോളണ്ടിയർ ആയിരുന്ന ഗാന്ധിജിയുടെ പ്രായം എത്രയായിരുന്നു? ഓപ്ഷൻ എ 20 വയസ്സ്, ഓപ്ഷൻ ബി 37 വയസ്സ്, ഓപ്ഷൻ സി 41 വയസ്സ്, ഓപ്ഷൻ ഡി 34 വയസ്സ്. ആൻസർ ഓപ്ഷൻ ബി 37 വയസ്സ്. 16ാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്? ഓപ്ഷൻ എ ഫെഡറിക് ഡഗ്ലാസ്, ഓപ്ഷൻ ബി റോബർട്ട് ലൂയിസ്,
ഓപ്ഷൻ സി വില്യം ലോയിഡ്, ഓപ്ഷൻ ഡി ജീൻ ജാക്വസ്. ആൻസർ ഓപ്ഷൻ ഡി ജീൻ ജാക്വസ്. 17ാമത്തെ ചോദ്യം. ലീഗ് ഓഫ് ആംസ് രോഗികളുടെയും ദരിദ്രരെയും സഹായിക്കുന്ന എവിടുത്തെ സംഘടനയായിരുന്നു? ആൻസർ ജനീവയിലെ. 18ാമത്തെ ചോദ്യം. സോൾഫെറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ഡ്യൂനന്റ് രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 3 മാസം കൊണ്ട്, ഓപ്ഷൻ ബി 7 മാസം കൊണ്ട്, ഓപ്ഷൻ സി 5 മാസം കൊണ്ട്, ഓപ്ഷൻ ഡി 12 മാസം കൊണ്ട്. ആൻസർ ഓപ്ഷൻ ഡി 12 മാസം കൊണ്ട്. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരളം. ആൻസർ ഓപ്ഷൻ ബി പഞ്ചാബ്. 20ാമത്തെ ചോദ്യം. ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ JRC കൗൺസിലർ, ഓപ്ഷൻ ബി JRC ട്രഷറർ, ഓപ്ഷൻ സി JRC പ്രസിഡന്റ്, ഓപ്ഷൻ ഡി JRC സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ എ JRC കൗൺസിലർ. 21ാമത്തെ ചോദ്യം. കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വീണ ജോർജ്, ഓപ്ഷൻ ബി ആർ ബിന്ദു, ഓപ്ഷൻ സി ജെ ചിഞ്ചുറാണി, ഓപ്ഷൻ ഡി KK ശൈലജ ടീച്ചർ. ആൻസർ ഓപ്ഷൻ എ വീണ ജോർജ്. 22ാമത്തെ ചോദ്യം. പാലിയം എന്ന വാക്കിൻ്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ പുതപ്പ്, ഓപ്ഷൻ ബി പ്രതീക്ഷ, ഓപ്ഷൻ സി വെളിച്ചം, ഓപ്ഷൻ ഡി ആത്മീയം. ആൻസർ ഓപ്ഷൻ എ പുതപ്പ്. 23ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ മഞ്ചേരി, ഓപ്ഷൻ ബി കാക്കനാട്, ഓപ്ഷൻ സി ദേവലോകം, ഓപ്ഷൻ ഡി വെഞ്ഞാറമൂട്. ആൻസർ ഓപ്ഷൻ എ മഞ്ചേരി. 24ാമത്തെ ചോദ്യം. ജീൻ ഹെൻറി ഡ്യൂനന്റിനും ഫെഡറിക് പാസിക്കും നോബൽ സമ്മാനം ലഭിച്ച വർഷം? ഓപ്ഷൻ എ 1901, ഓപ്ഷൻ ബി 1911, ഓപ്ഷൻ സി 1918, ഓപ്ഷൻ ഡി 1920. ആൻസർ ഓപ്ഷൻ എ 1901. 25ാമത്തെ ചോദ്യം. ഫസ്റ്റ് എയ്ഡ് കിറ്റിലുണ്ടാകേണ്ട സാധനം ഇതിലേതാണ്? ഓപ്ഷൻ എ പഞ്ഞിറോള്, ഓപ്ഷൻ ബി എണ്ണ, ഓപ്ഷൻ സി വസ്ത്രം, ഓപ്ഷൻ ഡി പാത്രം. ആൻസർ ഓപ്ഷൻ എ പഞ്ഞിറോള്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.